കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ്. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബയോളജിയുടെ 4ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമ്മളതിലെ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? പ്ലാന്റ് ഹോർമോണുകളെ പറ്റി പഠിച്ചു അല്ലേ? പ്ലാന്റിൽ പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തു? വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് സിന്തറ്റിക് പ്ലാന്റ് ഹോർമോണുകളെ പറ്റിയിട്ടാണ്. അതായത് സിന്തറ്റിക് അതുപോലെ സസ്യ ഹോർമോണുകൾ. അപ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷിന് വലിയ മാറ്റമൊന്നുമില്ല. എന്താണ് സിന്തറ്റിക് സസ്യ ഹോർമോണുകൾ അല്ലെങ്കിൽ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ്? അപ്പോൾ എന്താണ് ഈ സിന്തറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം? നമ്മളൊരു സാധനത്തെ കെമിക്കലി ലാബിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് നമുക്ക് ഈ പറയുന്ന ചെടിയിൽ സ്വന്തമായിട്ടുണ്ടാകുന്ന ഹോർമോൺ നമ്മൾ അഗറിലോട്ട് മാറ്റുകയൊക്കെ ചെയ്തല്ലോ. പിന്നീട് ഒരുപാട് പഠനങ്ങൾ നടത്തിയപ്പോൾ നമുക്ക് അതിൻ്റെ കെമിക്കൽ ഘടന മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കെമിക്കലി നിർമ്മിക്കാനായിട്ട് പഠിച്ചു. അങ്ങനെ കെമിക്കലി നമ്മൾ ഈ പറയുന്ന ലാബിൽ നിർമ്മിച്ചെടുക്കുന്ന ഹോർമോൺസ്. അപ്പോൾ എന്തിനാ നമുക്ക് ഒരു ചോദ്യം വരത്തില്ല, എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത്? അപ്പോൾ അതിന് പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്. കാരണം ഒരു ചെടി നമുക്കറിയാലോ, മനുഷ്യന്മാർക്ക് ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെ, നമ്മൾക്ക് പറയുന്ന ആഹാര ശൃംഖലയിൽ ആഹാരങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാരാണ് ആര്? ചെടികളെന്ന് പറയുന്നത്. അപ്പോൾ കൃഷി അല്ലെങ്കിൽ ചെടി ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഈ പറയുന്ന ചെടിയിൽ നിന്ന് ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ചെടികളുടെ ഹോർമോണെ പറ്റി അറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത്തരം ഹോർമോണുകൾ, ഒരു 3 ഹോർമോണുകളെ പറ്റി നമുക്ക് അറിയണം. ഏതൊക്കെയാണ്? സിന്തറ്റിക് ഓക്സിൻ, സിന്തറ്റിക് ഗിബർലിൻ, സിന്തറ്റിക് എത്തിലീൻ. 3ൻ്റെയും ഫങ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണിത്. നമ്മൾ ഈ പറയുന്ന ഓക്സിൻ്റെയും ഗിബർലിൻ്റെയും എത്തിലീൻ്റെയും ഫങ്ഷൻ പഠിച്ചെങ്കിൽ അത് സിന്തറ്റിക്കായിട്ട് മാറുമ്പോഴും വലിയ ഗുണമൊന്നും അല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അത് എവിടെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഓക്സിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ചെടിയുടെ ഏത് ഭാഗത്ത് പോയി നിൽക്കുമോ അവിടെ ചെടി എന്ത് ചെയ്യും? അത് വളർത്തും അല്ലേ? അതായത് തണ്ടിനെ ആണെങ്കിൽ അതിന് നീളം കൂട്ടും, റൂട്ടിനാണെങ്കിൽ റൂട്ടിൻ്റെ നീളം കൂട്ടുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? ഓക്സിൻ എന്ന് പറയുന്നത് അല്ലേ? അത് പ്രകാശത്തിന് ഓപ്പോസിറ്റായിട്ട് പോകുന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കി, സിന്തറ്റിക്കായിട്ട് നമ്മൾ ഓക്സിൻ ഉണ്ടാക്കിയാൽ, സിന്തറ്റിക്കായിട്ട് ഓക്സിൻ നിർമ്മിക്കുക എന്തിനായിരിക്കും? പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കിയേ, ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ്സ്. നമ്മൾ തണ്ട് മുറിച്ച് നടുന്ന പല സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഈ പറയുന്ന തണ്ടിൻ്റെ ഭാഗത്ത് നിന്നും റൂട്ട് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന ഓക്സിൻ അല്പം തേച്ച് കൊടുത്താൽ അവിടെ എന്ത് പറ്റും? ഓക്സിൻ വരും. ഓക്സിൻ അവിടുത്തെ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്ത് പറ്റും? അതെന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ റൂട്ടിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ റൂട്ട് ഉണ്ടാകേണ്ട സ്ഥലത്ത് ഓക്സിൻ തേച്ചാൽ എന്ത് പറ്റും? പെട്ടെന്ന് അവിടെ റൂട്ട് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് റൂട്ട് ഉണ്ടാകുമ്പോൾ വേര് പെട്ടെന്ന് പിടിക്കും, ചെടി പെട്ടെന്ന് എന്ത് ചെയ്യും? വളർന്ന് വരും. ഇനി ഇതേ ഓക്സിൻ്റെ മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ വീഡിസൈഡ്. അപ്പോൾ എന്താണ് വീഡിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കളനാശിനി അല്ലേ? വീഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? നമ്മൾ കളനാശിനിയായിട്ട് ഇതിനെ ഉപയോഗിക്കും. അപ്പോൾ കളയെന്ന് വെച്ചാൽ എന്താ? നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അവിടെ ആവശ്യമില്ലാതെ വളർന്നു വരുന്നവരാണ് കള. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമുക്ക് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അവിടെ ഓക്സിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഓക്സിൻ്റെ ജോലി ഗ്രോത്ത് അല്ലേ, കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ വളർച്ച വെച്ചിട്ട് കൂടിക്കഴിഞ്ഞാലും അതൊരു ചെടിക്ക് ദോഷമല്ലേ? നമ്മൾ ഈ പറയുന്ന വീഡ്സിലോട്ട് ഇത് തളിച്ചു കൊടുക്കുമ്പോൾ ഇത് വീഡ്സിൻ്റെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ സെല്ലിൻ്റെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അത് വളരുന്നു എന്ന രീതിക്ക് ചിന്തിക്കുക. പക്ഷേ ഇത് ഒരുപാട് അളവിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്ത് പറ്റും? നോർമൽ ഒരു ചെടിക്ക് ഉണ്ടാകേണ്ട അളവിനേക്കാൾ കൂടുതൽ ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ ചെടി കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായി നശിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ പറയുന്ന സ്വന്തമായി നശിക്കാനുള്ള അല്ലെങ്കിൽ ആദ്യം പെട്ടെന്ന് പഴുക്കാനുള്ള ഹോർമോൺ വരും. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഹോർമോൺസ് ഒക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് ഉണ്ടായിട്ട് ഈ ചെടി എന്ത് ചെയ്യും? കരിഞ്ഞു പോകും. അങ്ങനെയാണ് ഓക്സിൻ ഒരു വീഡിസൈഡ് അല്ലെങ്കിൽ കളനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ വളർച്ച കൂട്ടുക, നല്ല രീതിക്കും വളർച്ച കൂട്ടാം, വളർച്ച കൂട്ടി ഒരാളെ നശിപ്പിക്കുകയും ചെയ്യാം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ നല്ല സ്വഭാവത്തിന് ഒരാൾ പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾ നല്ല ഒരാളായിട്ട് മാറും. എന്നാൽ നിങ്ങളുടെ തെറ്റായ ഒരു ശീലത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ആ ശീലവും നിങ്ങൾ നന്നായിട്ട് ചെയ്യും, പക്ഷേ അതിലൂടെ നിങ്ങളുടെ നാശമായിരിക്കും സംഭവിക്കുന്നത്. ലൈക്ക് ദാറ്റ് ചെടിയിൽ ആവശ്യമുള്ള ഗ്രോത്ത് ഉണ്ടാക്കാനും ആവശ്യമില്ലാത്ത ഗ്രോത്ത് ഉണ്ടാക്കി നശിപ്പിക്കാനും ഓക്സിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഓക്സിൻ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ തണ്ടിൽ വേര് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷന് വേണ്ടിയിട്ട് ഓക്സിൻ ഉപയോഗിക്കും. അതുപോലെ വീഡിസൈഡായിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ കളനാശിനിയായിട്ടും ഉപയോഗിക്കും. സെറ്റ്. അടുത്ത് സിന്തറ്റിക് ജിബർലിൻ അല്ലെങ്കിൽ നമ്മൾ സിന്തറ്റിക് ഗിബർലിൻസ് എന്ന് പറയും. അപ്പോൾ എന്തുവാണ് അതിൻ്റെ ജോലി? നമുക്കറിയാം ഗിബർലിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടു കൊടുത്താൽ നന്മ മാത്രമുള്ള ഒരാളാണ് ഈ ഗിബർലിൻ എന്ന് പറയുന്നത് അല്ലേ? അത് ഇവിടെ കൊണ്ടു കൊടുത്താലും അത് ചെടിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും, നല്ലൊരാളാണ്. അപ്പോൾ എന്ത് പറ്റും? ഓക്കെ, നമ്മുടെ മുന്തിരിത്തോട്ടങ്ങളിൽ ഈ പറയുന്ന മുന്തിരിയുടെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിബർലിൻ ഉപയോഗിക്കും. അതുപോലെ നമ്മുടെ ഷുഗർ കെയിനിൻ്റെ സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഗിബർലിനെ യൂസ് ചെയ്യും. അപ്പോൾ ഗിബർലിൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മുന്തിരിച്ചെടിയിലെ കായയുടെ വലിപ്പം കൂട്ടുന്നതിനും അതുപോലെ കരിമ്പിൻ്റെ കാണ്ഡ ദീർഘത്തിനും എന്ത് ചെയ്യും? ഉപയോഗിക്കും. അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഗിബർലിൻ എവിടെ കൊണ്ടു കൊടുക്കും ആ ജോലി ചെയ്യും. ഫ്രൂട്ട്സിൽ കൊണ്ടു കൊടുത്താൽ ഫ്രൂട്ട്സിനെ വളർത്തും, സ്റ്റെമ്മിൽ കൊണ്ടു കൊടുത്താൽ സ്റ്റെമ്മിനെ വളർത്തും. അതാണ് ഗിബർലിൻ്റെ ജോലി.
സെറ്റ്. അടുത്ത് വരുന്നതാണ് സിന്തറ്റിക് എത്തിലീൻ. പഴുക്കാൻ സഹായിക്കുന്നതാണ് എത്തിലീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു പാടത്തിൽ നമുക്ക് വിളവ് കാലം ആകുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ ചെടികളും കറക്റ്റായിട്ട് പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമാണ് അല്ലേ. നമുക്ക് ഒറ്റയടിക്ക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും അല്ലെ ലേബർ കോസ്റ്റും ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഫ്രൂട്ട്സുകളെല്ലാം യൂണിഫോമായിട്ട് ഹാർവസ്റ്റ് സമയത്ത് റൈപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തളിക്കുന്ന ഒന്നാണ് എത്തിലീൻ എന്ന് പറയുന്നത്. ബനാന, ടൊമാറ്റോ പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റൈപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിലീൻ യൂസ് ചെയ്യും. അപ്പോൾ എത്തിലീൻ എന്തിനുപയോഗിക്കുന്നു? ഫലങ്ങൾ പാകപ്പെടുത്തി ഒരേ സമയം വിളവെടുക്കാൻ കാർഷിക മേഖലയിൽ എത്തിലീൻ എന്ത് ചെയ്യാറുണ്ട്? പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ എത്തിലീൻ തളിച്ചു കൊടുത്താൽ എന്ത് പറ്റും? ഫ്രൂട്ട്സ് പഴുപ്പിക്കാനായിട്ട് ചെടി തുടങ്ങും അല്ലേ. അതിനകത്തുണ്ടാകുന്ന ഫ്രൂട്ട്സിനെ പഴുപ്പിക്കാനായിട്ട് ചെടി എന്ത് ചെയ്യും? ശ്രമിക്കും ഈ പറയുന്ന എത്തിലീൻ വരുമ്പോൾ. അപ്പോൾ എത്തിലീൻ നമ്മൾ കെമിക്കലി കൊണ്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്തിലീൻ എല്ലാ ചെടികൾക്കും തുല്യമായിട്ട് കിട്ടും. അപ്പോൾ തുല്യ അളവിൽ എത്തിലീൻ വരുമ്പോഴത്തേക്കും തുല്യ അളവിൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? പഴുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പഴുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ എത്തിലീൻ എന്ന് പറയുന്നതും അഫക്റ്റ് ചെയ്യും. അപ്പം 3 3 ഫങ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നോട്ട് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട് നമുക്ക് 1-2 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അവൈലബിൾ ആകും. തൽക്കാലം സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ഓക്കെ. കാരണം ചെറിയ പാർട്ടായിട്ട് PDF ആക്കി സെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട്, സമയക്കുറവുണ്ട്. അപ്പോൾ പ്ലാന്റ് ഹോർമോണും അതിൻ്റെ ഉപയോഗത്തിലും ആദ്യം വരുന്ന ഓക്സിനാണ്. എന്തിനാണ്? റൂട്ട് ഫോർമേഷൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഹെർബിസൈഡ് അല്ലെങ്കിൽ വീഡ് കില്ലറായിട്ടും യൂസ് ചെയ്യുന്നു. അതിന് ഈ 2,4-D എന്നൊരു സാധനം ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് 2,4-ഡൈക്ലോറോഫീനോ അസറ്റേറ്റ് ആസിഡ് എന്നാണ്. ഓക്കെ. 2,4-ഡൈക്ലോറോ ഫീനോക്സി അസറ്റിക് ആസിഡ് എന്നാണ് 2,4-Dയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ്? റൂട്ട് ഫോർമേഷനും വീടിനെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സിന്തറ്റിക് ഗിബ്ബറിൻ എന്തിനു ഉപയോഗിക്കുന്നു? ഫ്രൂട്ടുകളുടെ വലിപ്പം അല്ലെ, നമ്മുടെ മുന്തിരിത്തോട്ടങ്ങളിൽ അല്ലെങ്കിൽ മുന്തിരിയിൽ ഫ്രൂട്ട്സിന് വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിമ്പിൻ്റെ സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷൻ. കാരണം കരിമ്പിൻ്റെ ആ പറയുന്ന സ്റ്റെമ്മ് വലുതായാലല്ലേ നല്ല രീതിയിൽ നമുക്ക് മധുരമുള്ള സാധനം കിട്ടുള്ളൂ. അതുപോലെ ഫ്ലവറിങ്ങിനും സീഡ് ജെർമിനേഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. ഇത് 2 അഡീഷണൽ പോയിന്റുകളാണ്, ഓർത്ത് വയ്ക്കാം. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാവുമല്ലോ. ശരി. ഇനി എത്തിലീൻ അല്ലെങ്കിൽ സിന്തറ്റിക് എത്തിലീൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഈ പറയുന്ന കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ, അതായത് നമ്മൾ വ്യാവസായികമായി കൃഷി ചെയ്യുന്നു, അതായത് വീടിൻ്റെ അറ്റത്ത് കൃഷി ചെയ്യുന്നതല്ല, നമ്മളതൊരു ബിസിനസ്സായിട്ട് പൈസയൊക്കെ ഇറക്കി ചെയ്യുന്ന സമയത്ത് ഒരേ സമയം ഈ പറയുന്ന ബനാനയും ടൊമാറ്റോയും ഒക്കെ റൈപ്പൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എത്തിലീൻ. അപ്പോൾ 3 അതിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോർമോണുകളുടെ പരിപാടി തീർന്നു. അപ്പോൾ ഇനി ഈ ഹോർമോണുകളെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ചെടിയിൽ ഒരു ചെറിയ കാര്യം പറയണം. അതായത് ചെടികളിൽ ഇപ്പോൾ നമ്മൾ ചെടികളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത്, അത് വളരുന്നത് അല്ലെ, സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത്, അത് പഴുക്കുന്നതൊക്കെ പറ്റി പറഞ്ഞു. അപ്പോൾ അവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്ലവറിങ് എന്ന് പറയുന്നത്. പൂക്കളിൽ എന്തുണ്ടാകുന്നു? ചെടികളിൽ എന്തുണ്ടാകുന്നു? പൂക്കളുണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ചെടികളിൽ നടക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലവറുകൾ എന്ന് പറയുന്നത്. പൂവിലാണ് പൂമ്പൊടിയുള്ളത്, പൂമ്പൊടിയാണ് പരാഗണത്തിൻ്റെ കാരണമെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ പൂക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അല്ലേ. എല്ലാ ചെടികൾക്കും ഒരു കാലമുണ്ട്, ഒരു പൂക്കാനൊരു സമയമുണ്ട്, പൂക്കാനൊരു കാലമുണ്ട്, കായ്കൾ വരാനൊരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ ചെടി എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത്? അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മാർച്ച് മാസം അല്ലെ വേനൽ അവധി തുടങ്ങുന്ന സമയത്താണ് മാവിലും മാങ്ങ കായ്ക്കുന്നത്. അപ്പോൾ ഈ മാവിൽ കൃത്യം ഈ സമയത്ത് തന്നെ മാങ്ങ കായ്ക്കണമെന്നും അപ്പോൾ അതിന് മുമ്പേ അതിന് മാവിൻ്റെ മാമ്പൂ വരണമെന്നും അവിടെ ഇത് നടക്കണമെന്നൊക്കെ ചെടി എങ്ങനെ അറിയും? അപ്പോൾ ചെടിക്ക് ഇതാരാ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ ഹോർമോണുകൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സമയത്തിന് വരുന്നു ചെയ്യുന്നു, പക്ഷേ കൃത്യസമയത്തിന് ഏത് ഹോർമോൺ വരണം എന്ന് ചെടി എങ്ങനെ അറിയും എന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അല്ലേ. അപ്പോൾ ആ പറയുന്ന പ്രോസസ്സ് ചെടിയിൽ നടത്തുന്നതിന് പിന്നിൽ കുറച്ച് പ്രോട്ടീനുകളും അല്ലെങ്കിൽ മറ്റു കുറച്ച് സെൻസറി ആയിട്ടുള്ള, നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ച പോലെ കാര്യങ്ങൾ സെൻസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ വേണം. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഹൈപ്പർ തൈറോയിഡിസമാണ് വന്നിരിക്കുന്നത്. അത് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറ്റിയൊരു മിസ്റ്റേക്കായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്? അത് നോട്ട് കൂടെ ഫോട്ടോ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ചെടി എങ്ങനെയാണ് ഈ പറയുന്ന സമയം മാറുന്നത് അറിയുന്നത്? അപ്പോൾ അതിന് ചെടിയെ സഹായിക്കുന്ന ഒരു ഹോർമോൺ അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഒരു പിഗ്മെൻ്റ് ഉണ്ട്. ഒരു പിഗ്മെൻ്റ് ഉണ്ട്. നമ്മുടെ കണ്ണിൽ പ്രകാശം സെൻസ് ചെയ്യുന്ന പിഗ്മെൻറ്റുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതുപോലെ ചെടിയിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ട്. എന്താണ് ആ പിഗ്മെൻറ്റിൻ്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പേര് ഫൈറ്റോക്രോം എന്ന് പറയും. ഇതെന്ന് പറയും ഫൈറ്റോക്രോം. അപ്പോൾ ഫൈറ്റോക്രോം എവിടെയായിരിക്കുന്നത്? ഫൈറ്റോക്രോം ഇരിക്കുന്നത് നമ്മുടെ ഇലകളിലാണ്. എവിടെയായിരിക്കുന്നത്? ഇലകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം? എങ്ങനെയാണ് ഇത് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചെടിക്ക് ഈ പറയുന്ന പൂക്കൾ ഉണ്ടാകുന്ന പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ
അവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നോക്കിയേ. ഇൻ അഡീഷൻ ടു ഹോർമോണുകൾക്കല്ലാതെ സെർട്ടൺ പ്രോട്ടീൻസും അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഫ്ലവറിങ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് നമ്മുടെ ചെടികൾ അറിയുന്ന പ്രോസസ്സിന് നമുക്ക് ഫോട്ടോ പീരിയോഡിസം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഫോട്ടോ പീരിയോഡിസം. ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ്, പീരിയഡ് എന്ന് വെച്ചാൽ സമയത്തിൻ്റെ ആ ചേഞ്ച്. അപ്പോൾ ലൈറ്റിനനുസരിച്ച് സമയം ചേഞ്ച് ചെയ്ത് കാലം കറങ്ങുന്ന അല്ലെങ്കിൽ കാലചക്രത്തിൻ്റെ ഒരു പോക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെടിക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. നോക്കിയേ, റീപ്രൊഡക്ഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. നമുക്കറിയാം, ജസ്റ്റ് as animals. ഇറ്റ് ബിഗിൻസ് വിത്ത് ഫ്ലവറിങ്, അല്ലെ? ഫ്ലവറിങ്ങിലൂടെയാണ് തുടങ്ങുന്നത്. സോ ഫ്ലവറിങ് ഈസ് എ ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ ഡേ നൈറ്റിൻ്റെ ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് റെസ്പോൺസ് ഓഫ് ദ പ്ലാന്റ്സ് ടു ദ ഫോട്ടോ പീരീഡ് ഈസ് നോൺ as ഫോട്ടോ പീരിയോഡിസം. അപ്പോൾ ഈ പറയുന്ന ഡേ നൈറ്റ് മാറുക എന്ന് വെച്ചാൽ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, അതിനാണ് ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ചെടിക്കുണ്ടാകുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ചെടിക്ക് ലൈറ്റ് ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ബേസ്ഡ് ഓൺ ദിസ് പ്ലാന്റ് റെഗുലേറ്റ് ഫ്ലവറിങ് ആൻഡ് ടൈം, പോളിനേഷൻ, സീഡ് ഫോർമേഷനൊക്കെ റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ ആരാണ്? ഫൈറ്റോക്രോം, എ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ്, പ്ലേസ് എ റോൾ ഇൻ ദ ഫോട്ടോ പീരിയോഡിസം. അപ്പോൾ ഫോട്ടോ പീരിയോഡിസത്തിൽ ചെടിയെ സഹായിക്കുന്ന ഹോർമോണാണ് ഫൈറ്റോക്രോം എന്ന് പറയുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇവൻ എന്തെന്ന് തന്നെയാണ് പറയുന്നത്? ഓക്കെ, ഫൈറ്റോക്രോം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഫോട്ടോ പീരിയോഡിസവും മലയാളത്തിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫോട്ടോ പീരിയോഡിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനുണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിനുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ചെടിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു? അതിൻ്റെ പോളിനേഷൻ്റെ സമയം, അതായത് ഈ പറയുന്ന പൂമ്പൊടി വരുന്ന സമയം, സീഡ് ഫോം ചെയ്യുന്ന സമയം, ഫ്ലവർ ഉണ്ടാകുന്ന സമയമൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഫോട്ടോ പീരിയോഡിസം. ആ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് ഫൈറ്റോക്രോം. ഫൈറ്റോക്രോം എവിടെയാണ് കാണുന്നത്? ഇൻ ദ ഫുള്ളി ഡെവലപ്ഡ് ലീവ്സ് ഓഫ്, അല്ലേ? ലീവ്സ് ഒക്കെ എന്താണ്? ഇലകളിലാണിത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ലൈറ്റിൻ്റെ അളവ്, ഇലകളിൽ സൂര്യപ്രകാശം അടിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് എന്ത് പറ്റും? ഈ ഫൈറ്റോക്രോം റെസ്പോണ്ട് ചെയ്യും. അത് എങ്ങോട്ട് സിഗ്നൽ കൊടുക്കും? നമ്മുടെ അപ്പിക്കൽ മെരിസ്റ്റത്തിലോട്ടും, അല്ലേ, എങ്ങോട്ട് ഈ പറയുന്ന സിഗ്നൽസ് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്ലവറിങ് ഉണ്ടാകാൻ സാധ്യതയുള്ള ജീനുകൾ സ്റ്റിമുലേറ്റഡ് ആവുകയും, അപ്പോൾ അതൊരു കൃത്യ സമയം, അതായത് ഇത്ര അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയാം, ഇത്ര ഡേയും നൈറ്റും കഴിയുമ്പോഴത്തേക്കും ഒരു ചെടിയിൽ നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യണം? ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നത് അതിൻ്റെ ജീനിലുണ്ട്. ജീനും കാര്യമൊക്കെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു, അല്ലേ? അപ്പോൾ ആ ജീനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ആ സമയത്ത് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ്? അപ്പോൾ ജന്തുക്കളിലെ പോലെ തന്നെ സസ്യങ്ങളിലെ നിർണായക ഘട്ടമാണ് എന്ത്? പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അതിന് പൂക്കൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പൂക്കളുടെ ഉൽപ്പാദനം ദിനരാത്രങ്ങളുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങളുടെ ഈ പ്രതികരണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ പീരിയോഡിസം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് പൂവിടൽ കാലം, ഫ്ലവറിങ്, പരാഗണം, വിത്ത് രൂപീകരണം തുടങ്ങിയ ഘട്ടങ്ങൾ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ക്രമീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഒരു ഈ പറയുന്ന പിഗ്മെന്റ്, അതിൻ്റെ പേരാണ് എന്ത്? ഫൈറ്റോക്രോം എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ കാണ്ഡത്തിൻ്റെ അഗ്രത്തിൽ പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ് ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്താണ്? ഇലകളിൽ ഫൈറ്റോക്രോമിൻ്റെ സഹായത്തോടെ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം തിരിച്ചറിയാൻ പറ്റുകയും അത് എന്താണ്? പൂവിടൽ ഉൽപ്പാദനത്തിൻ്റെ കാണ്ഡത്തിൻ്റെ അഗ്രത്തിലേക്ക് എത്തുകയും അവിടെയുള്ള ജീനിനെ എന്ത് ചെയ്യുന്നു? ജീനുകളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്റ്റീവ് ആവുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഫോം നടക്കുന്നു. അപ്പോൾ ഇതാണ് ഫോട്ടോ പീരിയോഡിസം. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ബിഹൈൻഡ് ഫ്ലവറിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഫോട്ടോ പീരിയോഡിസത്തെ പറ്റിയിട്ട് പഠിച്ചു. അപ്പോൾ ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ് ഈസ് ദ പ്രോസസ്. അപ്പോൾ എന്താണ് ഫ്ലവറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാക്കും, അതിലൂടെ റീപ്രൊഡക്ഷൻ നടക്കും. ഇതിനാണ് നമ്മൾ ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലവറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്നാണ് എന്ത്? ഈ പറയുന്ന ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, പിന്നെ ടെമ്പറേച്ചറും, പിന്നെ പ്ലാന്റ് ഹോർമോൺസ്. അതിലെന്താണ് ഫോട്ടോ പീരിയോഡിസത്തിൽ പറഞ്ഞത്? ഇറ്റ് ഈസ് എ റെസ്പോൺസ് ഓഫ് ദ പ്ലാന്റ് ടു സീസണൽ ചേഞ്ച് ഇൻ ഡേ ലെങ്ത് വിച്ച് is sensed by a pigment called phytochrome present in the leaves. When the light conditions are detected, signals are sent to the shoot apex, activating the genes that causes flower. ഇങ്ങനെയാണ് പൂക്കൾ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റേഴ്സിലെ ഫോട്ടോ പീരിയോഡിസം എന്താണ്, ഫൈറ്റോക്രോം എന്താണ്, ഫ്ലവറിങ് എന്താണ്, അതെല്ലാം ആ പറഞ്ഞ ഒറ്റ സെൻറ്റൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും പറയുമ്പോൾ ചെടികളുടെ പരിപാടി തീരുക. നമ്മളിനി എന്തിലോട്ട് പോവുകയാണ്? മനുഷ്യരുടെ കാര്യത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ മനുഷ്യരിൽ ഈ ഹോർമോണുകളുടെ ജോലി എന്താ? അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഒരു ഓർഡറിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? തൈറോയിഡ് ഗ്രന്ഥിയെ പറ്റിയിട്ടും അതിൻ്റെ
എന്തൊക്കെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും, അതിന് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം എന്താണ്, അതുപോലെ അതിൻ്റെ ഫംഗ്ഷൻ. ഇപ്പോൾ കാൽഷ്യം റെഗുലേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് കാൽഷ്യം മെറ്റബോളിസം നടക്കുന്നത് വരെയുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്